അതുവരെ. പരിശീലനം കംപ്ലീറ്റ് ആക്കി. വായനാ പരിശീലനം. വായന പരിശീലനം. ലേഖന നൈപുണികൾ കഴിഞ്ഞു. വചനത്തിൽ വരുന്ന വൈകല്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഭാഷണ ന്യൂനതയ്ക്കുള്ള കാരണങ്ങൾ കഴിഞ്ഞു. പിന്നെ അതിന്റെ പരിഹാര മാർഗങ്ങൾ കഴിഞ്ഞു അല്ലേ? ഇനി വായനാ പരിശീലനാണോ? അത് കംപ്ലീറ്റ് ആയി. വായനയുടെ ഉദ്ദേശങ്ങള്. വായനയുടെ പരിശീലനം കഴിഞ്ഞു. വായനാ പരിശീലനം കഴിഞ്ഞു. ഇനി വായനയുടെ ഉദ്ദേശങ്ങൾ മാത്രം മതി അല്ലെ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് വായനയുടെ ഉദ്ദേശ്യങ്ങൾ. ഇപ്പൊ നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ ഇത് നമ്മൾ മറക്കണ്ട. നമ്മൾ അതിന്റെ ഒരു ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അത് നമ്മൾ പഠിച്ചു വെക്കുക. എന്നാലേ നമുക്കത് പെട്ടെന്ന് കിട്ടുള്ളൂ. എന്തൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ്? വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് സ്കിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. മൊത്തത്തിൽ ചിലപ്പോൾ രസമായിട്ട് 15 മാർക്കിന്റെ ഒക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ എഴുതേണ്ടത് അതാണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്കുള്ളത് വായനയുടെ ഉദ്ദേശമാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിംഗ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിംഗ്? എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിംഗ്? ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ഓരോന്നും കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ. ആൻസർ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഞാൻ ഇപ്പൊ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. എല്ലാവരും അതിന്റെ നേരെ എഴുതി വെക്കുന്നുണ്ടോ ആവോ? ഞാൻ ഓരോ ടോപ്പിക്കും എടുക്കുമ്പോൾ അതിന്റെ ഇംഗ്ലീഷിലുള്ള ടേംസ് പറയുന്നുണ്ട്, ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നും പറയുന്നുണ്ട്. കേട്ടല്ലോ? കഴിഞ്ഞ ബാച്ച് ഇതേപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി. കഴിഞ്ഞ ബാച്ചിൽ ഞാൻ ജസ്റ്റ് ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിച്ചു. ഇംഗ്ലീഷിൽ ടേംസും കാര്യങ്ങളും ഇംഗ്ലീഷ് പറയും. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് മലയാളത്തിൽ ക്ലാസ് എടുത്തിട്ട് പോയി. പിന്നെ അവസാനം അവർക്ക് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് അറിയില്ല, ഒരു എഴുതി വെച്ചില്ല. പിന്നെ രണ്ടാമത് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു? ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുത്തിട്ട് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിനെ നേരെ അത് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, വായിക്കുമ്പോൾ കിട്ടില്ല. എല്ലാവർക്കും ഇപ്പൊ ഇംഗ്ലീഷിൽ അത്രയും ഫ്ലുവന്റ് ആയിരിക്കണം എന്നില്ലല്ലോ. അല്ലെ? അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ഇംഗ്ലീഷിൽ അത്രയും ഫ്ലുവൻസി ഉള്ള ആൾക്കാരായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് അതിനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് അതിനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോഴാവും ഇതായിരിക്കും എന്തായിരിക്കും ഇതിന്റെ ഒരു ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ വരിക എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? അത് സൂക്ഷിക്കുക. അപ്പൊ വായനയുടെ ഉദ്ദേശങ്ങൾ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിംഗ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പൊ വായനയുടെ ഉദ്ദേശങ്ങൾ ഇവയാണ്. എന്തൊക്കെയാണ്? വിജ്ഞാന സമ്പാദനം, ആത്മസംസ്കരണം, ആസ്വാദനം, പാരായണശീല രൂപവൽക്കരണം, ഭാഷാപരമായ അഭിവൃദ്ധി, ഭാവനാവികാസം, നിരൂപണ മനോഭാവം ഉളവാക്കൽ. ഇങ്ങനെ 7 പോയിന്റ്സ് ആണ് വായനയുടെ ഉദ്ദേശങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് വായനയുടെ പരിശീലനത്തിലെ 7 പോയിന്റ്സ്? വിജ്ഞാന സമ്പാദനം. വിജ്ഞാന സമ്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് സമ്പാദിക്കുക, അറിവ് നേടിയെടുക്കുക. അതാണ് വിജ്ഞാനം. അതാണ് വായനയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ, അറിവ് നേടുക എന്നുള്ളതാണ് വായനയുടെ ഒരു ഉദ്ദേശം. വായിച്ച് പഠിക്കുക എന്നാ നമ്മൾ കുട്ടികളോടൊക്കെ പറയാം. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യാം. അല്ലാതെ നമുക്ക് പഠിക്കാൻ വേറൊരു മാർഗ്ഗമില്ല. നമ്മളാരും റോബോട്ടിക്സ് ഒന്നും അല്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ നോക്കിങ്ങാണ്ട് പഠിച്ചു പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ വായനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വിജ്ഞാന സമ്പാദനമാണ്, അറിവ് നേടലാണ്. പിന്നെ പറയുന്നത് ആത്മസംസ്കരണമാണ്. എന്താണ് ആത്മസംസ്കരണം? നല്ലൊരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക, വളർത്തിയെടുക്കുക. ആത്മസംസ്കരണം, സ്വയം നന്നാവുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ലൊരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക. അതാണ് ആത്മസംസ്കരണം, നല്ലൊരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക. പിന്നെ ആസ്വാദനം, എല്ലാത്തിനെയും നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കുക, അതാണ് ആസ്വാദനം. ഓക്കെ. നെക്സ്റ്റ് പാരായണശീല രൂപവൽക്കരണം. പാരായണം ചെയ്യാം, എല്ലാം വായിച്ച് മനസ്സിലാക്കി പോകാനുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാവുക. ചിലരുണ്ട് വായിക്കില്ല, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയതൊക്കെ വെച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികളുണ്ട്. അവർക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇന്ന് വായിക്കൂല. അപ്പൊ അത് വായിച്ച് പഠിച്ച് അത് മനസ്സിലാക്കി അതിന്റെ സത്ത ഉൾക്കൊണ്ട് പരീക്ഷ എഴുതാൻ അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു ശീലം കുട്ടികൾ ഉണ്ടാക്കി. അതാണ് പാരായണശീല രൂപവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഭാഷാപരമായ അഭിവൃദ്ധി. നമുക്ക് വായനയിലൂടെ മാത്രമേ നമ്മുടെ ഭാഷ വർദ്ധിപ്പിക്കാൻ പറ്റൂ അല്ലെ? ലാംഗ്വേജ് കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, അല്ലെ? ഏത് ഭാഷയായാലും നമുക്ക് ഭാഷാപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീഡിങ് നടത്തണം. പിന്നെ ഭാവനാവികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്?
ഭാവനാ വികാസം നമ്മൾ ഭാവനയിൽ കാണാൻ, ചിന്തിക്കാനുള്ള ശേഷി, ഭാവനയിൽ കണ്ട് ഒരു കാര്യത്തിനെ കുറിച്ച് ഇമാജിൻ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവുക അല്ലെ, അതാണ് ഭാവനാ വികാസം. പിന്നെ നിരൂപണ മനോഭാവം ഉളവാക്കൽ. എന്താണ് നിരൂപണ മനോഭാവം? ഒരു കാര്യം അനുകൂലിച്ചും പ്രതികൂലിച്ചും നമുക്ക് ചിന്തിക്കാം അല്ലെ, ചെയ്യാൻ അല്ലെ, വിമർശിക്കാനുള്ള മനോഭാവം, നിരൂപണം നടത്താനുള്ള മനോഭാവം, ഏത് മേഖലയിലൂടെയും ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള മനോഭാവം, അതാണ് എന്ത് ഈ നിരൂപണ മനോഭാവം വളർത്തുന്നത്. ഇതൊരു 3 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ. വായനയുടെ ഉദ്ദേശങ്ങൾ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിംഗ് എന്ന് ചോദിച്ച് 3 മാർക്കിന് ചോദ്യം ചോദിച്ചാൽ ഈ 7 പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിംഗ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റീഡിംഗ്? ക്ലിയർ ആണോ അത്? യെസ് മാം. ഓക്കെ, വായിച്ചേ, എല്ലാരും ഒന്ന് വായിച്ച് പഠിക്കുക നോക്കട്ടെ. ഞാൻ പറയുന്ന ആളത് കാണാതെ പറഞ്ഞായിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അപ്പൊ ചോദിക്കാം, ഞാൻ പറയുന്ന ആളത് കാണാതെ പറഞ്ഞുതരാം. പലരും പഠിക്കുന്നില്ലല്ലോ, തിരിഞ്ഞളിച്ച് നോക്കണ്ടല്ലോ അവിടെ. കഴിഞ്ഞോ? റെഡി അല്ലേ? അല്ല, ഇന്ന് ജാസ്മിൻ ഒന്നും ഇല്ലേ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ജാസ്മിന്റെ. ജാസ്മിൻ ക്ലാസ്സിലായിരിക്കും. ജാസ്മിൻ ഇപ്പൊ കേറിയില്ലല്ലോ. ജാസ്മിൻ വേറെ ക്ലാസ് എടുക്കലുണ്ടല്ലോ. ആണോ? കുറച്ച് ലേറ്റ് ആയിട്ടാ ക്ലാസ് കേറലിപ്പോ. ആണല്ലേ? ശബ്ദം ഇറക്കി ഇങ്ങനെ സംസാരിക്കുന്നതാണല്ലോ. ആണാണ്. എന്ത് ക്ലാസ്? അവള് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അല്ലേ? അല്ലേ അവര് വേറെ ട്യൂഷൻ എടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ട്. ഓൺലൈനായിട്ട്. ട്യൂഷനാ? വലിയ കുട്ടികൾക്ക്. വലിയ കുട്ടികൾക്കല്ലേ? അതെ. ഇപ്പൊ കേറും, ഒരു 10 മിനിറ്റിനുള്ളിൽ കേറും. അല്ല, ഇപ്പൊ ഓളുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടേന്ന് പറയേണ്ട സമയം കഴിഞ്ഞ, അതാ ചോദിച്ചത്. കണ്ടിട്ട് പറയാ, കാണാണ്ട് എന്താ കണ്ടിട്ട് പറയാന്ന്, കാണാണ്ട് അങ്ങോട്ട് പോരാണ്. കാണാതെ പറയണത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് കൂടി ചോദിച്ചതാ ക്വസ്റ്റ്യൻ ആണ്. നിരൂപണം.
ആരാ കാണാൻ പറയാൻ റെഡി ആയിട്ടുള്ളത്? ആരെങ്കിലും ഉണ്ടോ കാണാതെ പറയാൻ റെഡി ആയത്? ട്രൈ ചെയ്യാം. നോക്കാം മിസ്. വിജ്ഞാന സമ്പാദനം, ആസ്വാദനം, ഭാഷാപരമായ അഭിവൃദ്ധി, നിരൂപണ മനോഭാവം ഉളവാക്കൽ, ആത്മസംസ്കരണം, ഭാവന വികാസ്. ഭാവന ഭാവന വികാസം. വികാസം, പാരായണ ശീല രൂപവൽക്കരണം. നേരെ വായിക്കല്ലോ. ഹലോ, എന്താ പറയേ, മൊത്തം കാണാതെ പറയേ. മൊത്തം പറഞ്ഞ് മിസ് കേക്കായിട്ട്. ഞാൻ കണ്ടു. അതിന്റെ ഇടയിൽ അത് ഫൗസി ഒന്ന് ഹെൽപ്പ് ചെയ്തതായല്ലോ. ഇങ്ങനെ നോക്കുന്നതും ഞാൻ കണ്ടു. തല കുറ്റെന്ന് പറഞ്ഞത് അപ്പൊ കറക്റ്റ് അറിയൂല. ഇങ്ങനെ ഓർഡറിലല്ല, 1, 2 അല്ല, 1 കഴിഞ്ഞ ചിലപ്പോ 4ാമത്താ പറയുന്നത്. അങ്ങനെ സാധനം കിട്ടിയാൽ മതി, പക്ഷെ നോക്കുന്നുണ്ട്. പഠിച്ചോനെ, അതിന്റെ ഇടയിൽ ഫൗസിയ. ഓക്കെ, ഇനി ആരാ പറയാ? കാണാതെ ഒന്ന് ആർക്കാ പറയാൻ പറ്റുക? കാണാതെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആകെ ഞങ്ങൾ ബാക്കി എല്ലാരും ക്യാമറ ഓഫ് ആക്കി വെച്ച് ആരെയും പിടിക്കൂലല്ലോ. നിങ്ങളെ കണ്ണ് പോകുന്നത് കണ്ടാ മനസ്സിലാവും. ആണോ സത്യാണോ പറയണത് അല്ലെങ്കിൽ പറയണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുമാതിരിയാണ് നമുക്ക്. അഖില നീ പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ അത് സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് വേണ്ടി വരും. ഒരു 3-4 പിടിച്ചു വരുള്ളൂ. 6 ഉണ്ട്, നോക്കട്ടെ. അല്ല, ഈ പാരായണ കഴിഞ്ഞിട്ട് ശീല രൂപവൽക്കരണം എന്താണോ കറക്റ്റ് മനസ്സിലായി? ശീല രൂപവൽക്കരണാണോ? അങ്ങനെ പറയണോ? അതിനെ ഒന്ന് ഷോർട്ട് ആക്കാൻ പറ്റൂല. പാരായണ ശീല രൂപവൽക്കരണം. പാരായണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശീലത്തെ രൂപവൽക്കരിക്കപ്പെടുത്തി എടുക്കുക, അതാണ് പറയുന്നത്. ലിസൺ, വായിച്ച് പഠിക്കുക എന്ന ശീലത്തെ രൂപപ്പെടുത്തി എടുക്കുക എന്നാണ് ഈ പാരായണ ശീല രൂപവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഓക്കെ, റെഡി ആണോ അഖില? നോക്കാം. ഒന്ന് പറഞ്ഞേക്കേ വേഗം. വിജ്ഞാന സമ്പാദനം, ആത്മസംസ്കരണം, ഭാഷാ രൂപീകരണം, പിന്നെ നിരൂപണം, പിന്നെ ഭാഷാപരമായ അഭിവൃദ്ധിയാ, ഭാഷ നിരൂപിക്കണല്ല. ഒന്ന് നിരൂപണം വേണ്ടേ? വേണം. മനോഭാവം ഉളവാക്കല. നിരൂപണ മനോഭാവം ഉളവാക്കല. പിന്നെ പാരായണം ചെയ്യാനുള്ള ഒരു കഴിവ്. പിന്നെ അതിന് അച്ചടി ഭാഷ പറയണ കേട്ടോ. അച്ചടി ഭാഷ പറയണില്ല. നമുക്ക് മനസ്സിലായത് പറഞ്ഞാ പോരെ. ഇതെന്താ 2 കൂടി ഉണ്ട്. ബാക്കി എക്സാം എഴുതിട്ട് പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ ഉദ്ദേശിച്ചത്. ഞാൻ ബുക്കിലുള്ള കറക്റ്റ് അല്ല എഴുതിയത്, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത് പറഞ്ഞെടുത്താ മതി. നമുക്ക് മനസ്സിലായതല്ലേ എഴുതേണ്ടത്, അല്ലാണ്ട് അച്ചടി ഭാഷ വേണം നിർബന്ധമുണ്ടോ? ഇല്ല. ആൻസർക്ക് നോക്കുന്നവർക്ക് മനസ്സിലാവണം നമ്മൾ എഴുതിയ ആൻസർ എന്താണ്, ഉദ്ദേശിച്ചത് എന്താണ്. ഓക്കെ,
അടുത്ത ക്ലാസ്സിലേക്ക് ഇത് നോക്കുക കേട്ടോ. ഇതുവരെ ഈ ലാംഗ്വേജ് പിന്നെ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ചാപ്റ്റർ ആണ്. ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യും, ഈ ക്ലാസ് എടുത്ത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇതുവരെ പഠിപ്പിച്ചത് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് ക്ലാസ് തുടങ്ങുള്ളൂ. ഇനി മുതൽ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ഒരു 10 മിനിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കല് എന്ത് ചെയ്യും, പഠിക്കും. 10 മിനിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ കടിച്ചാ പൊട്ടാത്ത ഓരോന്നുള്ളതും. ഓക്കെ, ഒക്കെ കിടന്നുറങ്ങിയാ പഠിക്കാൻ പറഞ്ഞപ്പോ അല്ല, ഇനി ഒരു ക്യാമറ ഒട്ടും ഓൺ ആക്കൂല. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അല്ല, ഒറ്റ എന്തിനു കാണാനില്ല, എല്ലാം ക്യാമറ ഓൺ ആക്കി. വർഷം എന്താ തുറക്കാത്ത? ബാക്കിയുള്ളവരെ നിനക്ക് അറിയില്ല. എന്റെ ഉപ്പ മരിച്ചിട്ട് ഉള്ളൂ. 4 ദിവസേ ആയിട്ടേ ഉള്ളൂ. എന്താണ് ഉപ്പ മരിച്ചിട്ട് 4 ദിവസേ ആയിട്ടേ ഉള്ളൂ ഇന്നത്തേക്ക്. ഓ ആടാ, 4 ദിവസേ ആയിട്ടേ ഉള്ളൂ ഇന്നത്തേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം ട്ടോ. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഇൻഫോം. എനി പ്രോബ്ലം you inform me. Okay, no problem. ഓക്കെ, നെക്സ്റ്റ്. ഭാഷാ പഠനം കൊണ്ട് ഇത്രയും കാര്യങ്ങളിലെങ്കിലും കുട്ടികൾക്ക് വികാസം ഉണ്ടാവണം. നമ്മൾ ഭാഷ പഠിക്കുന്നത് കൊണ്ട് ഇത്രയും കാര്യങ്ങളിലെങ്കിലും, ഇത് മിനിമം ആണ്, മാക്സിമം അല്ല, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളിലെങ്കിലും കുട്ടിക്ക് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് എന്ത് ചെയ്യണം, വികാസം ഉണ്ടാവണം, ഡെവലപ്മെന്റ് ഉണ്ടാവണം. അതിന്റെ സാക്ഷാത്കാരത്തിന് അധ്യാപകർ മനഃപൂർവ്വം ശ്രമിക്കുകയും വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അധ്യാപകർ എന്ത് ചെയ്യണം, ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വായനാ പരിശീലനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പൊ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. വായനാ പരിശീലനം നമ്മൾ പഠിച്ചു, വായനയുടെ ഉദ്ദേശങ്ങൾ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് റീഡിംഗ് എന്നുള്ളതും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലേഖന പരിശീലനമാണ്. നെക്സ്റ്റ് വൺ, ലേഖന പരിശീലനം. ലേഖന പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പഠിക്കുന്നത്, എഴുത്ത് പരിശീലനം. അതാണ് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ്. വിജ്ഞാനം ലിഖിത രൂപത്തിലൂടെ രേഖപ്പെടുത്താനും തലമുറകളിലൂടെ പകർന്നു കൊടുക്കാനും കഴിയും. അറിവുകളുടെ കൈമാറ്റത്തിന് എളുപ്പമായ ഒരു വിദ്യയാണിത്. ഭാഷയുടെ ലിഖിത രൂപം കൃത്രിമമാണ്. ശബ്ദരൂപമായ ആശയത്തെ നയനഗോചരമാക്കി മാറ്റുകയാണ് ലേഖനം വഴി ചെയ്യുന്നത്. അപ്പൊ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? വിജ്ഞാനം ലിഖിത രൂപത്തിലൂടെ രേഖപ്പെടുത്താനും, വിജ്ഞാനം എന്താണ്, അറിവ് ലിഖിത രൂപത്തിൽ, എഴുത്ത് രൂപത്തിലേക്ക് രേഖപ്പെടുത്താം. നമുക്കറിയാം നമ്മുടെ ഭാഷയ്ക്ക് 2 തരമുണ്ട്, 2 ഭാഗങ്ങളുണ്ട്. എന്താണ്? വാമൊഴി എന്നും വരമൊഴി എന്നും 2 ഭേദങ്ങളുണ്ട്. ഇതിലുള്ളതല്ല പറയുന്നത്, എക്സ്ട്രാ ആണ്, ജനറൽ പോയിന്റ്സ് ആണ് പറയുന്നത്. നമ്മുടെ ഭാഷയ്ക്ക് എന്തുണ്ട്? വരമൊഴി എന്നും വാമൊഴി എന്നും 2 ഭേദങ്ങളുണ്ട്. വാമൊഴി എന്ന് പറഞ്ഞാൽ സംസാര ഭാഷയാണ്. വരമൊഴി എന്ന് പറഞ്ഞാൽ എഴുത്തു ഭാഷയാണ്, സാഹിത്യ ഭാഷയാണ്. നമ്മൾ എഴുതുമ്പോ അത് വരമൊഴി അല്ലെ? അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് വാമൊഴിയാണ്, സംസാര ഭാഷ. എഴുത്തു ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് പോലെയാണോ എഴുതുക? നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രാദേശിക ഭാഷയൊക്കെ നമ്മൾ ഉപയോഗിക്കും, അല്ലെ? ഇനിയിപ്പോ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഭാഷയിൽ അതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള വേർഡ്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്തെന്ന് വരും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എനി ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്ത്, മലയാളം എസ്പെഷ്യലി മലയാളം എടുക്കുകയാണെങ്കിൽ, നമ്മൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ ഞാൻ പോയിനി, വന്നീനി, പറഞ്ഞീനി, അങ്ങനെയൊക്കെയുള്ള നമ്മൾ മലയാള ഭാഷ ഉപയോഗിക്കുക. ഇപ്പൊ ഞങ്ങളുടെ മലപ്പുറമൊക്കെ ആണെങ്കിൽ പോയിനി, വന്നീനി, അൽമേരി, ഐരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേർഡ്സ് ആണ്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, അതോടെ മാറ്റി നിർത്തും. ഇത് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതല്ല, അല്ലെ? എല്ലാവരും യൂസ് ചെയ്യുന്നതല്ല. അതൊരു പ്രാദേശിക ഭാഷയാണ്, ഞങ്ങളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ മാത്രം പറയുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന ഭാഷയിൽ എഴുതാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അല്ലെ? നമ്മളത് മാറ്റി എഴുതും, കൃത്യമായിട്ട് എഴുതും. അപ്പൊ അതേപോലെ തന്നെ വിജ്ഞാനം ലിഖിത രൂപത്തിലൂടെ രേഖപ്പെടുത്താൻ, അറിവ് എഴുത്ത് രൂപത്തിലൂടെ രേഖപ്പെടുത്താൻ, അതേപോലെ തന്നെ തലമുറകളിലൂടെ പകർന്നു കൊടുക്കാനും കഴിയുന്ന ഒന്നാണ്, അല്ലെ? എഴുത്ത് രൂപത്തിലൂടെ രേഖപ്പെടുത്തിയാൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും, തലമുറകളിലൂടെ ഇത് പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പൊ പണ്ട് കാലത്ത് നമ്മുടെ നാടൻ പാട്ടുകളൊക്കെ എന്താണ്, വാമൊഴിയിലൂടെ പകർന്നു വന്നതാണ്. അത് എഴുതി വെച്ച ഒന്നല്ല. ഇപ്പോഴുള്ള നാടൻ പാട്ടുകളല്ല, പണ്ട് കാലത്തെ നാടൻ പാട്ടുകൾ.
അതൊന്നും വരമൊഴിയല്ല. സംസാര ഭാഷയിലൂടെ ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ. ഓക്കെ, ആ നാടൻ പാട്ടുകൾ അത്തരത്തിലുള്ളതാണ്. അപ്പൊ അത് ഇന്നത്തെ കാലഘട്ടത്തിലാണ് പിന്നീട് അത് എഴുതി വെച്ചത്. നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ നാടൻ കലാസാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ബുക്കുകളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എഴുത്തെന്ന് പറയുമ്പോഴാണ് എഴുതി വെച്ചൊരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ എളുപ്പമായിട്ടുള്ളത്. അതിന് എന്ത് സഹായിക്കും? ഇവിടെ ലേഖനം സഹായിക്കും, എഴുത്ത് നമ്മളെ സഹായിക്കും എന്ന് പറയുന്നത്. അറിവിനെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് എന്താ? എഴുത്താണ്. പിന്നെ അറിവുകളുടെ കൈമാറ്റത്തിന് എളുപ്പമായ ഒരു വിദ്യയുമുണ്ട്. അറിവ് കൈമാറ്റം ചെയ്യാനുള്ള എളുപ്പമുള്ളൊരു വിദ്യയാണ്. ഓക്കെ, ഭാഷയുടെ ലിഖിത രൂപം കൃത്രിമമാണ്. നമ്മുടെ ഭാഷ, ഇതാണ് നമ്മുടെ ഭാഷ. നമ്മളിപ്പോ ഈ പറയുന്ന നമ്മൾ ഓരോരുത്തരും പറയുന്ന ഇതാണ് നമ്മുടെ ഭാഷ, നമ്മുടെ മാതൃഭാഷ. ഇന്നത്തെ ദിനത്തിന്റെ പ്രാധാന്യം എന്താന്ന് നിങ്ങൾക്കറിയോ? കേരളപ്പിറവി. ഇന്നത്തെ വെരി ഗുഡ്. ഇന്ന് ഞാനിപ്പോ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കേരളപ്പിറവി ദിനമാണ്. 1956 നവംബർ 1 നമ്മുടെ കേരള സംസ്ഥാനം ദിനമാണ് അല്ലെ. 69ാം പിറന്നാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. കേരളത്തിന്റെ 69ാം പിറന്നാളാണ് അല്ലെ. നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ വെറും 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ 5 ജില്ലകൾ വൈവിധ്യമാർന്ന കലാസംസ്കാരങ്ങൾ കൊണ്ട്, ഭാഷ കൊണ്ട് സമ്പന്നമായിട്ടുള്ള 14 ജില്ലകളാൽ സമ്പന്നമായിട്ടുള്ള, അല്ലെങ്കിൽ 14 ജില്ലകൾ അടങ്ങിയിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറി അല്ലെ. ഇപ്പൊ നിരവധി കലാസംസ്കാരം, നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള പൈതൃകം, തനിമ അല്ലെ, അത്തരത്തിലുള്ള പല കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ കേരളീയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ മാതൃഭാഷയ്ക്കുള്ളോളം മറ്റൊരു സ്ഥാനം വേറൊരു ഭാഷയ്ക്കും ഇല്ല അല്ലെ. അതാണ് നമ്മൾ പറയുന്നത്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ ധൻ ഭാഷ താൻ എന്ന് വള്ളത്തോൾ എന്റെ ഭാഷ എന്നുള്ള കവിതയിൽ പാടിയിട്ടുണ്ട് അല്ലെ. മറ്റുള്ള ഭാഷകളൊക്കെ വെറും പോറ്റമ്മമാരാണെങ്കിൽ മനുഷ്യന് പെറ്റമ്മയ്ക്ക് തുല്യമാണ് എന്ത്? മാതൃഭാഷ എന്ന്. ഇപ്പൊ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ടൂളാണ് അല്ലെ. അതില്ലെങ്കിൽ നമ്മളില്ല. അപ്പൊ ഭാഷയുടെ ലിഖിത രൂപമാണ് ഏത്? ലിഖിത രൂപം എന്താ? അത് നമ്മൾ യാന്ത്രികമായിട്ട്, അതൊരു നമ്മള് കൃത്രിമമാണ്. അത് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നതാണ്. നമ്മളിപ്പോ ഈ സംസാരിക്കുന്നതാണ് യഥാർത്ഥ ഭാഷ. അതിനെ നമ്മൾ എഴുത്തിലൂടെ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് അതൊരു കൃത്രിമമായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ശബ്ദരൂപമായ ആശയം മാറ്റുകയാണ് ലേഖനം വഴി. എന്താണ് അവിടെ പറഞ്ഞ? ശബ്ദരൂപമാണ് ഭാഷ അല്ലെങ്കിൽ ആശയം. നമ്മളിപ്പോ ഈ പറയുന്ന ആശയത്തെ എന്ത് ചെയ്യുന്നു? നമ്മള് നയനഗോചരം. എന്താ നയനഗോചരം? കണ്ണിന് ഇമ്പമുള്ളതാക്കി കണ്ണുകൾക്ക് കാണാനും അത് മനോഹരമായിട്ട് നമുക്ക് കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കി എഴുതി വെക്കുന്നതാണ് എന്ത്? ഈ ലേഖനം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നയനഗോചരം. ക്ലിയർ? ഇനി പറയുന്നത് ലേഖനത്തിന്റെ പ്രത്യേകത എന്താണ്? ലേഖനത്തിന്റെ പ്രത്യേകത ഭംഗി, വേഗത, വ്യക്തത, അനുപാതകം. 4 ഭംഗി, വേഗത, വ്യക്തത, അനുപാതം. നല്ല ഭംഗി വേണം അല്ലെ. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, നിന്റെ കൈയെഴുത്ത് മോശമാണ്, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് എന്ന് നമ്മൾ കുട്ടിയോട് പറയും. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? കോപ്പി എഴുതും. 2 ലൈൻ 4 ലൈൻ, 2 ലൈൻ മലയാളത്തിന് 4 ലൈൻ ഇംഗ്ലീഷിന് അല്ലെ. ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ഭംഗി, എഴുത്തിന്റെ ഭംഗി, ഹാൻഡ് റൈറ്റിംഗിന്റെ ഒരു ഭംഗി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് മതി അല്ലെ. പിന്നെ വേഗത, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പൊ ഇന്നിപ്പോ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഇന്നലെയും ഞാനൊക്കെ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ എക്സാം ഇപ്പൊ എന്റെ സബ്ജക്ട് സോഷ്യൽ സയൻസും മലയാളവും ഇംഗ്ലീഷും ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ കുട്ടികൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് സമയമില്ല. ടീച്ചറെ സമയമില്ലേ, ആ എസ്സേ ഞാൻ കംപ്ലീറ്റ് ആക്കില്ല, 4 പോയിന്റ് ഉള്ളതിൽ 3 പോയിന്റ് എനിക്ക് വിശദീകരിക്കാൻ പറ്റുള്ളൂ, 4ാമത്തെ പോയിന്റ് എനിക്ക് വിശദീകരിക്കാൻ സമയം കിട്ടിയില്ല മിസ്സേ, ഞാൻ അത്ര എഴുതിയുള്ളൂ മിസ്സേ, ഞാൻ ഇത്ര മിസ്സേ മാർക്ക് തരണട്ടോ, മിസ്സേക്ക് A+ ഉണ്ടാവും മിസ്സേ, ഇതിങ്ങനെ സൗകര്യം കെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ എന്താ? ടൈമിനനുസരിച്ച് എഴുതാൻ അറിയില്ല, വേഗത ഇല്ല എഴുത്തിന്. അപ്പൊ ഞാൻ നോട്ട്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല സ്പീഡിൽ നോട്ട്സ് കൊടുക്കും. അപ്പൊ നോട്ട്സ് കൊടുക്കുമ്പോൾ കുട്ടികൾ പറയും, മിസ്സേ ഇത്ര സ്പീഡ് പോയാലും മിസ്സേ, ഒന്നും കൂടി പറയും മിസ്സേ, ഞങ്ങൾ കേട്ടില്ല മിസ്സേ. അപ്പൊ നമ്മൾ ഹൈ സ്പീഡിലല്ല പോകുന്നത്, നമ്മൾ ഒരു കാര്യം തന്നെ 3ഉം 4ഉം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സിൽ നോട്ട്സ് കൊടുക്കും. എന്ന് ഇരുന്നില്ല ആൾ പോലും അവരവരുടേതായിട്ടുള്ള സൈഡ് ബിസിനസ്സിലാവുമല്ലോ
ഓർക്ക് അവരുടെ കത്തിയടിയൊക്കെ നടക്കണ്ട അതിന്റെ ഇടയിൽ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് സമയമില്ല. അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എഴുതി കഴിഞ്ഞാൽ ചില കുട്ടികൾ എഴുതൂല. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പീഡ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ എഴുത്ത് നന്നായാൽ മാത്രം പോരാ, അല്ലെ? അവിടെ എന്തും വേണം, കുറെ മെല്ലെ നോക്കി പകർത്തി എഴുതി ഇങ്ങനെ നല്ല അടിപൊളിയിൽ എഴുതി അരമണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് എഴുതി കഴിയേണ്ട എക്സാം 3 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ മതിയോ? പോരാ, അല്ലെ? അപ്പൊ നമ്മൾ ചില കുട്ടികൾ പറയും, ചില പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ചില കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് പറ്റ മോശമായിരിക്കും, നമുക്ക് വായിക്കാനേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചോദിക്കും, എന്താടാ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ഹാൻഡ് റൈറ്റിംഗ് അത്, നിനക്കൊന്ന് നീറ്റായിട്ട് എഴുതി കൂടെ? മിസ് സ്പീഡിൽ എഴുതിയ പായിപ്പോയതാ മിസ്സേ. സ്പീഡിൽ എഴുതുമ്പോ അക്ഷരത്തെറ്റും വരും, വൃത്തി ഉണ്ടാവില്ല മിസ്സേ. എസ്പീജുള്ള പല്ലവിയ. ഇപ്പൊ സ്പീഡിൽ എഴുതുമ്പോ വൃത്തി ഇല്ലാതാവുമോ? സ്പീഡിൽ എഴുതുമ്പോ അക്ഷരത്തെറ്റ് വരും, എനിക്കറിയില്ല. സ്പീഡിൽ എഴുതുമ്പോ നമ്മൾ എക്സാമിന് എഴുതുമ്പോ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാവണ്ടേ? അവര് മാത്രം, അവനല്ലല്ലോ അല്ലെങ്കിൽ എഴുതുന്ന കുട്ടിയല്ലല്ലോ വായിക്കുക, മറ്റുള്ള ആൾക്കാരാണ് വായിക്കുക. അപ്പൊ അത് വായിക്കാൻ പറ്റുന്ന രീതിയിലാവണം, അല്ലെ? അപ്പൊ നമ്മൾ സ്പീഡിൽ എഴുതുന്നതായാലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട്, ഇനിയിപ്പൊ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ഒരാൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റണം, അല്ലെ? അപ്പൊ അതാണ് വേഗത ഏറ്റവും പ്രധാനമാണ്. വ്യക്തത. ചില കുട്ടികള് താന്നെഴുതിയ നാ വായിക്കും, മാന്ന് എഴുതിയ പാന്ന് വായിക്കും, അല്ലെ? വാന്ന് എഴുതിയ മാന്ന് വായിക്കും, ഷാന്ന് എഴുതുമ്പോ വേറെ എന്തെങ്കിലും കാന്ന് വായിക്കും. ഒന്നിനും വട്ടവും പുള്ളിയും കോമും കുത്തും കോമിയും ദീർഘവും ഒന്നും ഉണ്ടാവില്ല, ഒക്കെ നമ്മൾ കൂട്ടിക്കൊള്ളണം അങ്ങനെയുള്ളത്, അല്ലെ? വ്യക്തത ഉണ്ടാവില്ല. എന്താണ് അത് എഴുതി വെച്ചതെന്ന് ശരിക്കും വ്യക്തത ഉണ്ടാവില്ല. അപ്പൊ അതാണ് വ്യക്തത കുറവ് എന്ന് പറയുന്നത്. പിന്നെ അനുപാത ക്രമമുണ്ട്. എന്താണ് ഈ അനുപാത ക്രമം? നമ്മള് ഇപ്പൊ ഞാൻ പറയാണ് ഇവിടെ വായന എന്നുള്ളത് ക്ലേശ നിർഭരമായ ഒരു പ്രവർത്തനമാണ്. നമ്മുടെ ഫസ്റ്റത്തെ പാരഗ്രാഫ്, വായന എന്നുള്ളത് ക്ലേശ നിർഭരമായ ഒരു പ്രവർത്തനമാണ്. ഒരു വീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത വിന്യാസ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തെ അഥവാ പിന്നിടുന്ന പദങ്ങളുടെ ദൂരത്തെ ദൃഷ്ടിവിന്യാസ ഘടകം എന്ന് പറയുന്നു. ഞാനിപ്പോ ഈ വായിച്ച സെന്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്പേസും വിടാതെ എഴുതി പോയിരിക്കുകയാണോ? അല്ല. അല്ല, അല്ലേ? ഉണ്ട്, അല്ലേ? വായന കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്, എന്നുള്ളിൽ കഴിഞ്ഞിട്ട് അവിടെ സ്പേസ് ഉണ്ട്, ക്ലേശ നിർഭരമായ എന്ന് കഴിഞ്ഞിട്ട് അവിടെ സ്പേസ് ഉണ്ട്, അല്ലെ? ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ഒരു പദം കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട് അവിടെ, അല്ലെ? ചില കുട്ടികൾ എഴുതുന്ന കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാണ് പോകും, അവിടെ സ്പേസ് ഒന്നും ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ ഇതെന്തത് ABCD ഇങ്ങനെ കൂട്ടിച്ചേർത്ത് എഴുതി വെച്ച പോലെ നമുക്ക് തോന്നും. ഇതെന്താ നമുക്ക് മനസ്സിലാവില്ല. ഒരു വേർഡ് ആണെങ്കിൽ, അല്ലെ, ബ്യൂട്ടിഫുൾ, അല്ലെ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. നമ്മൾ പറയണു, ചെറിയ കുട്ടി എഴുതാണ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് എഴുതി. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നുള്ളത് ഒരുമിച്ച് അങ്ങോട്ട് എഴുതിയാലോ കുട്ടിക്ക് മനസ്സിലാകാൻ, വായിക്കുന്നവർക്ക് മനസ്സിലാകാം. ചിലപ്പോൾ മുതിർന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ചിലപ്പോൾ ഇതെന്താ കുട്ടി എഴുതി വെച്ചാൽ നമ്മൾ ഇങ്ങനെ പെറുക്കി വായിക്കും. പക്ഷെ കുട്ടി അങ്ങനെ എഴുതി ശീലിച്ചാൽ പിന്നെ കുട്ടി പിന്നീട് അങ്ങോട്ടും അതേപോലെ തന്നെ എഴുതും, അല്ലെ? അപ്പൊ നമ്മൾ ഇറ്റ് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട്, ഈസ് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട്. അവിടെ ചെറിയൊരു വേർഡ്, അത് ചെറിയൊരു പദം, ഇറ്റ്, ഈസ്, അല്ലെ? ഇത് ഇസ് ആകുന്നു എന്നൊക്കെയാ പറയാ നമ്മൾ ഇംഗ്ലീഷിൽ. അപ്പൊ ഇറ്റ് കഴിഞ്ഞാൽ സ്പേസ്, ഈസ് കഴിഞ്ഞാൽ സ്പേസ്, പിന്നെ ബ്യൂട്ടിഫുൾ, അല്ലെ? ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പൊ നമ്മൾ ഏതൊരു ഭാഷയായാലും അവിടെ എന്തുണ്ട്? സ്പേസ്. അതാണ് ഈ അനുപാതക്രമം എന്ന് പറയുന്നത്. പദങ്ങൾ തമ്മിലുള്ള അനുപാതക്രമം, വേർഡുകൾ തമ്മിലുള്ള അനുപാതക്രമം, അതിന് ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു നിയമമുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലേഖനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 പോയിന്റ്സ് ആണ്: ഭംഗി, വേഗത, വ്യക്തത, അനുപാതക്രമം. അപ്പൊ ഇത് 4 എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഈ നമ്മൾ പറയുന്നത് ലേഖന പരിശീലനത്തിനുള്ള തന്ത്രങ്ങളാണ്. ലേഖന പരിശീലനത്തിനുള്ള തന്ത്രങ്ങൾ, ടെക്നിക്സ്, അല്ലെ? തന്ത്രം എന്ന് പറയുമ്പോൾ ടെക്നിക്സ് ആണ്, അല്ലെ? റൈറ്റിംഗ്, വാട്ട് ആർ ദ റൈറ്റിംഗ് ടെക്നിക്സ്, അല്ലെ? വാട്ട് ആർ ദ റൈറ്റിംഗ് ടെക്നിക്സ് എന്ന് ചോദിക്കാം. ലേഖന പരിശീലനത്തിലുള്ള തന്ത്രങ്ങൾ 3 പോയിന്റ്സ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. കോപ്പിയെഴുത്ത്, പകർത്തിയെഴുത്ത്, കേട്ടെഴുത്ത്.
കോപ്പിയെഴുത്ത്, പകർത്തിയെഴുത്ത്, കേട്ടെഴുത്ത്. 3 ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? നമുക്ക് ഫെമിലിയർ ആണിത്, പരിചിതമാണ്. കോപ്പിയെഴുത്ത്, പകർത്തിയെഴുത്ത്, കേട്ടെഴുത്ത്. കോപ്പിയെഴുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, 2 ലൈൻ 4 ലൈൻ അല്ലെ? അപ്പൊ നമ്മൾ ചില സ്കൂളുകളിലൊക്കെ നോട്ട്സ് എഴുതുന്നത് പോലും എന്തിലാണ്? കോപ്പിയിലാണ്. എന്റെ മോനക്ക് 5ാം ക്ലാസ് വരെ അൺഎയ്ഡഡ് സ്കൂളിൽ സെന്റ് പോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് ഉള്ള യൂണിവേഴ്സിറ്റി ഉള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്, LKG മുതൽ 5ാം ക്ലാസ് വരെ. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് LKG മുതലേ കുട്ടികളെ നോട്ട്സ് എഴുതുന്നത് ലൈൻ ഇതേപോലത്തെ കോപ്പിയിലാണ്. 2 ലൈൻ മലയാളം, 2 ലൈൻ ഇംഗ്ലീഷും സോഷ്യൽ സയൻസ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ 4 ലൈൻ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ കുട്ടികളെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ മോന്റെ ഒക്കെ അക്ഷരം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ 1ലും 2ലൊക്കെ പഠിക്കുമ്പോൾ വളരെ മോശമായിരുന്നു. പിന്നെ അതങ്ങനെ ആ ഹാൻഡ് റൈറ്റിംഗ് നന്നായി വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ 2 ലൈൻ 4 ലൈനിലൊക്കെ സ്ഥിരം എഴുതി ഇപ്പൊ നന്നായിട്ട് എഴുതും. നല്ല വൃത്തിയിൽ നല്ല നീറ്റിൽ എഴുതും. ഒരു കുഴപ്പമില്ല. നല്ല മലയാളമൊക്കെ നല്ല എന്നെക്കാൾ നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. അത്ര നന്നായിട്ട്, ചെറുതാണ് അക്ഷരം എന്നിരുന്നാൽ പോലും നന്നായിട്ട് എഴുതും. അപ്പോ പിന്നെ അതേപോലെ തന്നെ കർസീവ് ലെറ്റർ ആണല്ലോ ഇംഗ്ലീഷിൽ എഴുതുക, അതൊക്കെ എഴുതും. എന്നിട്ടിപ്പോ മലയാളം മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി ചേർത്തിയപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് അവിടെയുള്ള ടീച്ചേഴ്സിനൊന്നും ഈ കർസീവ് ശരിക്കും പിടുത്തല്ല. അപ്പൊ എന്നിട്ട് കർസീവ് ലെറ്റർ ഇപ്പം മാറ്റാനുള്ളൊരു ഇതിലാണ്. അപ്പോ ഈ കോപ്പി പുസ്തകം ശാസ്ത്രീയമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത് അല്ലെ? ഈ കോപ്പി എന്ന് പറഞ്ഞാൽ വെറുതെ 2 ലൈൻ 4 ലൈൻ ഉണ്ടാക്കി വെച്ചതല്ല. അത് ശാസ്ത്രീയത ഉണ്ടായിരുന്നു. ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയതാണ്. കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവും എന്നുള്ള ഒരു കൺസെപ്റ്റ് പ്രകാരം തന്നെ തയ്യാറാക്കിയതാണ് എന്ത്, നമ്മുടെ കോപ്പി. അക്ഷരത്തിന് ശരിയായ രൂപവും ഭംഗിയും ഉണ്ടാവുക എന്നതാണ് കോപ്പി എഴുത്തിന്റെ ലക്ഷ്യം. നമ്മുടെ അക്ഷരത്തിന് ശരിയായ രൂപവും ഭംഗിയും ഉണ്ടാവുക. നമ്മുടെ അക്ഷരത്തിന് നല്ല വടിവത്ത അക്ഷരമാവണമെങ്കിൽ എന്ത് വേണം? കോപ്പി എഴുത്ത് വേണം. പിന്നെ കോപ്പി പുസ്തകം സംവിധാനം ചെയ്യുന്നത് 4 വര 2 വര എന്നിങ്ങനെയാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഓൾറെഡി. കോപ്പി പുസ്തകത്തിൽ എഴുതേണ്ടത് എങ്ങനെയെന്ന് അധ്യാപകർ ബോർഡിൽ വരയിട്ട് എഴുതി കാണിക്കണം. നമ്മൾ കോപ്പി നാളെ വരുമ്പോൾ 2 പേജ് കോപ്പി എഴുതി കൊണ്ടുവരട്ടോ എന്ന് പറയല്ല കുട്ടീനോട്. നമ്മൾ എന്ത് ചെയ്യണം? ബ്ലാക്ക് ബോർഡിൽ ലൈന് വരച്ച് ആ ലൈനിന്റെ മുകളിൽ എങ്ങനെയാണ് ഇംഗ്ലീഷും മലയാളം കോപ്പിയിൽ എഴുതുക, ഇംഗ്ലീഷിലും മലയാളത്തിലും കോപ്പി എഴുതുക എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതേണ്ട എഴുതി പോകാം. നമ്മള് ലൈനുള്ള ബുക്കിൽ എഴുതി പോകുന്ന പോലെയല്ല നമ്മുടെ 4 ലൈനിലും 2 ലൈനിലും എഴുതുക. കൂട്ടിമുട്ടാണ് അക്ഷരങ്ങൾ. ആ വരേന്റെ മുകളിൽ എന്ത് ചെയ്യണം? കൂട്ടിമുട്ടിക്കൊണ്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത് അല്ലേ? അപ്പൊ അതെങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം? വരയിട്ട് അധ്യാപകർ ബോർഡിൽ വരയിട്ടിട്ട് എഴുതി കാണിക്കണം. കോപ്പി എഴുതുന്നത് കൊണ്ട് കുട്ടികളുടെ അക്ഷരങ്ങൾക്ക് വടിവ്, ഭംഗി, വ്യക്തത, ഐക്യരൂപം എന്നിവ ഉണ്ടാകുന്നതാണ്. കോപ്പി എഴുതുന്നത് കൊണ്ട് കുട്ടികളുടെ അക്ഷരങ്ങൾക്ക് എന്തുണ്ടാവും? നല്ല വടിവത്ത അക്ഷരങ്ങളായിരിക്കും. അതേപോലെ തന്നെ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നല്ല വ്യക്തത ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഐക്യരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാ അക്ഷരങ്ങളും ഒരേ അളവില് ഒരേ വലിപ്പത്തില്. ചില കുട്ടികൾ ചില അക്ഷരങ്ങൾ വലുതും ചില അക്ഷരങ്ങൾ ചെറുതായിരിക്കും. അങ്ങനെയല്ല, എല്ലാ അക്ഷരങ്ങളും ഒരേ വലിപ്പത്തില് അല്ലെ? അധിക നാൾ തുടർന്നാൽ കുട്ടികൾക്ക് വേഗത കുറവ്. കോപ്പി റൈറ്റിംഗ് കുറെ കാലം അതേപോലെ തന്നെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് റൈറ്റിംഗിൽ സ്പീഡ് കുറയും. അതുകൊണ്ടൊരു ചെറിയ LP സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അത് ഒഴിവാക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സാധാ ബുക്ക് തന്നെയാണ് എഴുതിപ്പിക്കുക. LP സെക്ഷൻ വരെയാണല്ലോ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് രൂപപ്പെടുത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പകർത്തിയെഴുത്താണ്. പകർത്തിയെഴുത്തിന് വേഗത ഉണ്ടാവും. നോക്കി എഴുതുമ്പോൾ വേഗത ഉണ്ടാവും. ചില കുട്ടികൾ പകർത്തി എഴുതുന്നത് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കും. ചില കുട്ടികളുണ്ട് ബോർഡിലേക്ക്, നമ്മൾ ബോർഡിലൊക്കെ അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് ബോർഡിലും പെന്നും കയ്യും പുസ്തകത്തിലും. അങ്ങനെ എഴുതിയോണ്ട് കാര്യമില്ല അല്ലെ? നമ്മൾ നോക്കി ഒരു സെന്റൻസ് നമ്മൾ വായിച്ചിട്ട് നമ്മൾ എഴുതണം, പകർത്തി എഴുതാം. അല്ലെങ്കിൽ പുസ്തകത്തിലാണെങ്കിൽ സെന്റൻസ് നമ്മൾ വായിച്ച് മതി. അല്ലാണ്ട് പുസ്തകത്തേക്ക് കണ്ണും എഴുത്തും കയ്യും വേറൊരു പുസ്തകത്തിലായിട്ട് കാര്യമില്ല. കോപ്പി എഴുതിയാലും പകർത്തി എഴുതിക്കാവുന്നതാണ്. നമ്മൾ കോപ്പി എഴുതുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം? പകർത്തി എഴുതിപ്പിക്കാം. കുട്ടീനോട് വേറെ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറയാം. ആദ്യം വരയിട്ട പുസ്തകത്തിലാണ് എഴുതിക്കേണ്ടത്. പാഠപുസ്തകം നോക്കിയാണ് പകർത്തി എഴുതുന്നത്. നമ്മുടെ പാഠപുസ്തകം ഏതാണോ അത് നോക്കി കുട്ടിയോട് എന്ത് ചെയ്യാം? പകർത്തി എഴുതാൻ പറയാം. അതിനാൽ പാഠപുസ്തകവുമായി ഒരു നല്ല ബന്ധം കുട്ടിക്കുണ്ടാവും. കുട്ടീനോട് എന്ത് ചെയ്യാം? പാഠപുസ്തകം പകർത്തി എഴുതാൻ പറയാം. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? എഴുത്തും നന്നാവും. അതേപോലെ തന്നെ പാഠപുസ്തകത്തിലെ കാര്യങ്ങളുമായിട്ട് കുട്ടിക്ക് നല്ല കണക്ഷൻ ഉണ്ടാവും, നല്ല ബന്ധം ഉണ്ടാവും. ഓക്കെ, ഇനി കേട്ടെഴുത്ത്. വാട്ട് ഈസ് ഡിക്റ്റേഷൻ? നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ് ഡിക്റ്റേഷൻ. എന്താണ് ഡിക്റ്റേഷൻ? കുട്ടികളുടെ പല കഴിവുകളും കേട്ടെഴുതിയാൽ സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ശ്രവണശക്തി, അനുസ്മരണശേഷി, പ്രകടനശേഷി തുടങ്ങിയവയാണ് ആ കഴിവുകൾ. അപ്പൊ എന്താണ്? കുട്ടികളുടെ പല കഴിവുകളും കേട്ടെഴുതിയാൽ സംയുക്തമായി പ്രവർത്തിക്കും. നമ്മൾ കേട്ടെഴുത്ത് എന്ന് പറയുന്നത് വെറുതെ ഒരു കാര്യമല്ല, സമയം പോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടിയുടെ ശ്രവണശേഷി, കേൾക്കാനുള്ള കഴിവ് അല്ലെ? കുട്ടികൾക്ക് എല്ലാം കേട്ട് എഴുതാനുള്ളൊരു കഴിവ്. അനുസ്മരണശേഷി, ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവ്, മെമ്മറി പവർ അല്ലെ? ഓർത്ത് എഴുതാനുള്ള കഴിവ്. പ്രകടനശേഷി, പ്രകടിപ്പിക്കാനുള്ള കഴിവ്. കേൾക്കും കുട്ടി,
ഓർമ്മിക്കും കുട്ടി, എഴുതും കുട്ടി. അത് പ്രകടിപ്പിക്കും. 3 കഴിവുകളാണ്. മനസ്സിലായോ? സംഭവം വേണ്ടി കിട്ടിയോ? ശ്രവണശേഷി ഉപയോഗിക്കുന്നു, അനുസ്മരണ ശേഷി കിട്ടുന്നു, പ്രകടന ശേഷിയും കിട്ടുന്നു. കേൾക്കും കുട്ടി, ഓർക്കും കുട്ടി, എഴുതും. അല്ലെ? അപ്പൊ ശ്രവണശേഷി, അനുസ്മരണശേഷി, പ്രകടനശേഷി, ഈ കഴിവുകളൊക്കെ കുട്ടിക്ക് കിട്ടും കേട്ടെഴുത്തിലൂടെ. കേട്ടെഴുത്തിന് പദങ്ങൾ മാത്രമല്ല വാക്യങ്ങൾ നൽകാവുന്നതാണ്. നമ്മൾ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടഫ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് നമ്മൾ കേട്ടെഴുത്തിന് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചില സെന്റൻസും ചെറിയ ചെറിയ സെന്റൻസ് നമുക്ക് കൊടുക്കാം. പിന്നെ ആദ്യഘട്ടത്തിൽ കേട്ടെഴുതിക്കേണ്ടതായ പദങ്ങൾ ബോർഡിൽ എഴുതിയ അധ്യാപകർ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നേരെ പോയിട്ട് നാളെ കേട്ടെഴുത്തുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പദം കേട്ടെഴുത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് കുട്ടികൾ എഴുതല്ല. നമ്മൾ ആദ്യം ഇന്ന വാക്കുകളാണ് നമ്മൾ കേട്ടെഴുത്തെടുക്കാൻ പോകുന്നത്. ആദ്യം ബോർഡിൽ ആ പദങ്ങളൊക്കെ എഴുതിയിടണം. എന്നിട്ട് നമ്മൾ ആദ്യം വായിച്ചു കൊടുക്കണം. കണ്ടാ, പിന്നീട് ബോർഡിൽ എഴുതിയത് മറക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബോർഡിൽ എഴുതി കൊടുക്കുന്നു. ആ ബോർഡിൽ എഴുതി കൊടുത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അധ്യാപകർ കുട്ടി വായിക്കുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നു. പിന്നീട് ബോർഡിൽ എഴുതിയത് മറച്ചു പിടിക്കുന്നു. അല്ലെ? ബോർഡിൽ എഴുതിയത് മറച്ചു പിടിച്ചിട്ട് ക്രമത്തിന് ഓരോ പദവും പിന്നീട് അധ്യാപകർ ഉച്ചരിക്കുകയും കുട്ടികൾ അത് കേട്ടെഴുതുകയും ചെയ്യും. മനസ്സിലായോ? ആദ്യം നമ്മൾ ബോർഡിൽ എഴുതും, എന്നിട്ട് നമ്മൾ അധ്യാപകർ അത് വായിച്ചു കൊടുക്കും, എന്നിട്ട് കുട്ടികളെ കൊണ്ട് അത് വായിപ്പിക്കും, എന്നിട്ട് നമ്മൾ ബോർഡ് മറയ്ക്കും. ബോർഡ് മറച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കുട്ടികളോട് ഓരോ വേർഡ് പറയും, കുട്ടികൾ അത് കേട്ടെഴുതും. ഇങ്ങനെയാണ് പ്രാരംഭഘട്ടത്തിൽ കേട്ടെഴുത്ത് നടത്തേണ്ടത്. ആദ്യഘട്ടത്തിൽ കേട്ടെഴുത്ത് ഇങ്ങനെയാണ് നടത്തേണ്ടത് ചെറിയ കുട്ടികൾക്ക്. ഇപ്പൊ നിങ്ങളൊക്കെ ചെറിയ ക്ലാസ് പഠിപ്പിക്കാൻ പോകുന്നവരാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കേട്ടെഴുത്ത് നടത്തുക. മറ്റേ നേരെ പോയിട്ട് കുറെ ടഫുള്ള വേർഡ്സ് കുട്ടികൾക്ക് ഇട്ടുകൊടുത്ത കുട്ടികൾക്ക് ഇപ്പൊ മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രാക്ടീസിലൂടെയാണ് കുട്ടികൾക്ക് എല്ലാം കിട്ടുക. മനസ്സിലായോ? ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യൂ പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ ജസ്റ്റ് ചോദിക്കുക, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വേഗം ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ലേഖന പരിശീലനം എന്താ, പിന്നെ ലേഖന പരിശീലനത്തിലുള്ള ടെക്നിക്സ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യൂ. ഏയ് നമുക്ക് ലേശം മതി, കുറച്ച് മതിയാണ്. നാളത്തേക്ക് ഒന്നും വേണ്ട. ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. രാജേട്ട അവിടെ പോയി വരില്ല. എന്തായി? ആ
അവിടെ ഇടയ്ക്ക് സൈഡ് ബിസിനസ് എന്താ കേട്ടില്ല കേട്ടില്ല. മിസ്. എന്ത് മിസ്സേ ക്ലിയർ അല്ല മിസ് പറയും. മിസ് പറയുന്നത് ക്ലിയർ അല്ല, സ്റ്റക്ക് ആവുക. കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഇടയ്ക്ക് സൈഡ് ബിസിനസ്സിനൊന്നും പോയില്ലല്ലോന്ന്. ഇല്ല ഇല്ല. പഠിക്കാൻ മൂന്നാളെയും പിടിക്കൂ. എന്നെക്കാൾ സൈഡ് ബിസിനസ്സിന് പോകാൻ പറ്റൂല. ഇടക്കിടക്ക് എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വന്നിട്ടില്ല, നേരത്തെ വന്നു പോയിന്. ബാക്കിയുള്ളവരൊക്കെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണേ. അതുകൊണ്ട് നമ്മളെ മൂന്നാളെ പിടിക്ക്, വേറെ ഒന്നിനും പോകാൻ പറ്റൂല. വേറെ ആരും ഇല്ല, നമ്മളെ ഉള്ളൂന്ന്. ഞാൻ നോക്കുന്നുണ്ട് നിങ്ങള് വായിക്കുന്നുണ്ടോ. ഞാൻ ഇവിടെ പോയി കൊത്തിരിക്കുന്ന അതിനല്ലേ, അല്ലെങ്കിൽ നീ ചോദിക്കൂടെ. ടീച്ചറെ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് കളി കളിച്ചാലും പൊക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നാള് പറയണേ? ലേഖന പരിശീലനം ഏതൊക്കെയാണ്? ലേഖന പരിശീലനത്തിന്റെ പ്രത്യേകത ഏതൊക്കെയാണ്? 4 പോയിന്റ്സ് ഏതൊക്കെയാ? കാണാതൊന്ന് പറഞ്ഞ ഭംഗി, വേഗത, വ്യക്തത, അനുപാതക്രമം. അനുപാതക്രമം, വ്യക്തത. ഭംഗി, വേഗത, വ്യക്തത, അനുപാതക്രമം. ഒറ്റ ശ്വാസത്തിലാണ് പഠിച്ചാൽ മതി അല്ലെ? ഭംഗി, വേഗത, വ്യക്തത, അനുപാതക്രമം. ഓക്കെ, ഇനി ലേഖന പരിശീലനത്തിനുള്ള ടെക്നിക്സ് ഏതൊക്കെയാണ്? കോപ്പിയെഴുത്ത്, പകർത്തെഴുത്ത്, കേട്ടെഴുത്ത്. പഠിച്ചല്ലോ. അതിന്റെ ഉള്ളിലുള്ള സംഭവം ഉണ്ടല്ലോ. കോപ്പിയെഴുത്ത് എന്താ, പകർത്തിയെഴുത്ത് എന്താ, കേട്ടെഴുത്ത് എന്താ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഓക്കെ, ക്ലിയർ? ഓക്കെ. ലേഖനം നമ്മളിപ്പോ പറഞ്ഞത് ലേഖന പരിശീലനം എന്താ, ലേഖന പരിശീലനത്തിന്റെ പ്രത്യേകതകൾ എന്താ, ലേഖന പരിശീലനത്തിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ലേഖന വൈകല്യങ്ങളാണ്. വാട്ട് ആർ സം റൈറ്റിംഗ് ഡിസബിലിറ്റീസ്? വാട്ട് ആർ സം റൈറ്റിംഗ് ഡിസബിലിറ്റീസ്? റൈറ്റിംഗ് ഡിസബിലിറ്റീസ്, അതാണ് ലേഖന വൈകല്യങ്ങൾ. വാട്ട് ആർ സം റൈറ്റിംഗ് ഡിസബിലിറ്റീസ്? ലേഖന വൈകല്യങ്ങൾ. What are some writing disabilities? 9 points ആണ് റൈറ്റിംഗ് ഡിസബിലിറ്റീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 9 points റൈറ്റിംഗ് ഡിസബിലിറ്റീസ്. ഫസ്റ്റ് വൺ, സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന ലേഖന വൈകല്യങ്ങളാണ്. അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള 8 പോയിന്റേ ഉള്ളൂ കേട്ടോ. അതൊരു അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് പോയിന്റ്. ഞാൻ ജസ്റ്റ് വായിച്ചില്ലായിരുന്നു. സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന ലേഖന വൈകല്യങ്ങളാണ് താഴെ പറയുന്നവ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമല്ലോ. അതാണ് സെന്റൻസ് ആയിട്ട് 1 പോയിന്റ് കൊടുത്തത്. മാറിപ്പോയതാ എന്താണ്, അച്ചടി മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പൊ നോക്കാം, പ്രിന്റഡ് മിസ്റ്റേക്ക് ആണ്. നോക്കുക, ഫസ്റ്റ് വൺ, അക്ഷരങ്ങൾക്ക് വടിവും ഭംഗിയും ഇല്ലായ്മ. അക്ഷരങ്ങൾക്ക് നല്ല വടിവും ഭംഗിയും ഇല്ലാത്തൊരവസ്ഥ അല്ലെ? കുട്ടികൾ ചാറ ചപ്ര, നമ്മൾ പറയില്ല ഡാഷ് ഡാഷ് ഇതാക്കിയ പോലെയാണ്. നമ്മൾ നാടൻ ഭാഷയിൽ നമ്മൾ പറയാറുണ്ട് ചില കുട്ടികളോട് അല്ലെ, ഡാഷ് ഡാഷ് പരത്തിയ പോലെയാണ് എന്റെ എഴുത്ത് എന്ന് പറയും. ഞാൻ മുഴുവൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ അല്ലെ? മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും നാട്ടുഭാഷയിൽ പറയുന്ന സെന്റൻസ് അല്ലെ? അപ്പൊ അക്ഷരങ്ങൾക്ക് വടിവും ഭംഗിയും ഇല്ലാതെ എന്തൊക്കെയോ കൊലത്തിലാണ്ട് എഴുതിയേക്ക അല്ലെ? നമുക്ക് എങ്ങനെയാണ് അത് വായിക്കാന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ, അതാണ് ഫസ്റ്റ് വൺ. പിന്നെ വേഗത കുറവ്, നമ്മൾ നേരത്തെ പഠിച്ചതാണത്. വേഗത കുറവ്, വേഗത ഇല്ലാത്തൊരവസ്ഥ. മെല്ലെ മെല്ലെ പെറുക്കി 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 ഇങ്ങനെ ഓരോ അക്ഷരവും നോക്കി ആലോചിച്ച് എഴുതി അങ്ങനെ ഉണ്ടാക്കുക, അതാണ് വേഗത കുറവ്. പിന്നെ വരികളുടെ വക്രത അല്ലെ? വരികളുടെ വക്രത. വക്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളഞ്ഞു പൊളഞ്ഞൊക്കെ പോവുക. മനസ്സിലായോ? നമ്മൾ പറയില്ലേ കൊച്ചിന്ന് കൊയിലാണ്ടിക്കാണല്ലോ എന്റെ എഴുത്ത് എന്ന് വെക്കുമ്പോൾ, അതും പറയുന്നുണ്ട് നമ്മളെ നാട്ടുഭാഷയില്. എന്താടും എന്റെ എഴുത്ത് കൊച്ചിന്ന് കൊയിലാണ്ടിക്കാണല്ലോ. എന്താ കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എന്താ? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് എഴുതുന്ന വെച്ചാൽ പിന്നെ തെങ്ങനെ താഴോട്ട് പോയിണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്ന വെച്ചാൽ ഇങ്ങനെ മേലോട്ട് പോയിണ്ടാവും അല്ലെ? അതാണ് കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞ. അപ്പൊ വരികളുടെ വക്രത. പിന്നെ വരികളുടെ അകലം തമ്മിലുള്ള ക്രമക്കേട് അല്ലെ? വരികളുടെ അകലം തമ്മിലുള്ള ക്രമക്കേട്. നമ്മളിപ്പോ ഒരു സെന്റൻസ് എഴുതി, കോപ്പി പുസ്തകം ശാസ്ത്രീയമായ രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് നമ്മൾ എഴുതിയ ഒരു ലൈനിൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ താഴെ അതിനോട് അടുപ്പിച്ച് താഴെ എഴുതി അക്ഷരത്തിന് ശരിയായ രൂപവും ഭംഗിയും ഉണ്ടാവുക എന്നതാണ് കോപ്പി എഴുത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ അതിന്റെ കൂടെ അതിന്റെ താഴെ അടുപ്പിച്ച് എഴുതി. പിന്നെ നമ്മൾ കുറേ സ്പേസ്, ഒരു 2-3 ലൈനിന്റെ സ്പേസ് വിട്ടിട്ട് പിന്നെ നമ്മൾ അടുത്ത സെന്റൻസ് എഴുതി. പിന്നെ നമ്മൾ അതിനോട് കൂട്ടിച്ചേർത്ത് ഒരു സെന്റൻസ് എഴുതി. പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ ആ വരികളുടെ തമ്മിലുള്ള അകലത്തിന്റെ ഒരു ക്രമക്കേട് ഉണ്ടല്ലോ, അത് ഉച്ചരം.
അതാണ് ലേഖന വൈകല്യം അല്ലെ. ശരിക്കും എഴുതാൻ പറ്റാത്തൊരു ആൾക്കാർക്കാണല്ലോ അങ്ങനെയാവുക. നമ്മൾ ക്രമത്തിൽ ഒരു ലൈന് എഴുതി കഴിഞ്ഞാൽ അടുത്ത ലൈൻ ഇത്ര സ്പേസ് നമുക്ക് അറിയാം അല്ലെ. ഒരു പേജിൽ ഇത്ര സെന്റൻസ് എഴുതാൻ പാടുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ എപ്പോഴും എഴുതുക അല്ലെ. ഒരു ലൈന് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് കഴിഞ്ഞാൽ ആ സെന്റൻസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെന്റൻസ് ചെറിയൊരു സ്പേസ് അല്ലെ വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സെന്റൻസ് എഴുതുക അല്ലെ. പിന്നെ അക്ഷരങ്ങൾക്ക് പല വലിപ്പം ഉണ്ടാവുക. ഒരക്ഷരം ഒരു വലിപ്പമാണെങ്കിൽ മറ്റൊരക്ഷരം വേറെ വലിപ്പം. നമ്മൾ നേരത്തെ പറഞ്ഞ അനുപാതക്രമം അല്ലെ. ഒരു അക്ഷരം ഒരു വലിപ്പമാണെങ്കിൽ വേറെ അക്ഷരം വേറെ വലിപ്പം. ആ എന്നുള്ളത് ഒരു വലിപ്പമാണെങ്കിൽ വേറെ വലിപ്പം. നമ്മൾ സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഴുതും, അത് വേറെ കാര്യം. അത് വലുതാക്കി എഴുതൊന്നുമില്ല, ജസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എഴുതും, പിന്നെയാണ് സ്മോൾ ലെറ്റർ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ മലയാളത്തിലാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എഴുതുന്നത് ഏതുപോലെയാണോ അതേപോലെ തന്നെ എഴുതുക. അപ്പൊ അക്ഷരങ്ങൾക്ക് കൃത്യമായ വലുപ്പമാണ്. എല്ലാ അക്ഷരങ്ങളും ഒരേ വലുപ്പത്തിലായിരിക്കണം. ഒരക്ഷരം കുഞ്ഞി പിന്നെ അടുത്ത അക്ഷരം വലുതുമാക്കി അങ്ങനെ എഴുതരുത്, അതാണ്. പിന്നെ പദങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെട്ടിരിക്കുക. പദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസ് വിട്ട് എഴുതണം, മനസ്സിലായോ? ഒരു പദം കഴിഞ്ഞാൽ സ്പേസ്, പിന്നെ അടുത്ത പദം സ്പേസ്, അങ്ങനെയാണ് നമ്മൾ എഴുതുക. അതാണ് പദങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുക. കുട്ടിക്ക് ആ പദങ്ങൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യൂല, പലതരത്തിലായിരിക്കും. ചിലപ്പം കുട്ടി അകലം വിട്ടിട്ടേ ഉണ്ടാവില്ല, ചിലപ്പം കുട്ടി കൂടുതൽ അകലം വിട്ടിട്ടുണ്ടാവും, സ്പേസ് വിട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാകുമ്പോൾ തന്നെ ഹാൻഡ് റൈറ്റിംഗ് മോശമായില്ലേ അല്ലെ. ഇതൊക്കെ ഹാൻഡ് റൈറ്റിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ ചിഹ്നങ്ങൾക്ക് നിഷ്ഠയില്ലാതെ ഇരിക്കുക. ചിഹ്നങ്ങൾക്ക് ചില ചിഹ്നങ്ങള് ശരിക്കിടാതിരിക്കുക. എ എന്നുള്ള ചിഹ്നം, ഓ എന്നുള്ള ചിഹ്നം അല്ലെ, വള്ളി, പുള്ളി, ഊ എന്നുള്ള ചിഹ്നം, ദീർഘം, ചന്ദ്രകല, എന്നുള്ള ചിഹ്നം അല്ലെ. ഇതൊക്കെ നമ്മൾ ഇടുന്നത് കൃത്യതയോടെ അല്ലെങ്കിൽ കേരളം എന്നുള്ളത് എന്ത് വായിക്കും, കോരളം എന്നും എഴുതും ചില കുട്ടികൾ. കേരളം കോരളം, അദ്ദേഹം അദ്ദോഹം അല്ലെ. അപ്പൊ ചിഹ്നങ്ങൾ തന്നെ അറിയില്ല, അങ്ങനെ എഴുതുമ്പോഴും ഹാൻഡ് റൈറ്റിംഗ് മോശം അല്ലെ. അപ്പൊ ചില കുട്ടികളുണ്ട്, നമ്മൾ പരീക്ഷ പേപ്പർ കൊണ്ട് എടുക്കുമ്പോൾ എന്തോ ഒരു നീറ്റ എക്സാം എഴുതിയത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഈ കുട്ടി ഫുള്ള് എഴുതിയിട്ടിട്ടോന്ന് വിചാരിക്കും. വായിക്കാതെ, പണ്ടത്തെ ടീച്ചർമാർ എങ്ങനെയാ, മലയാളം ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും മലയാളത്തിൽ പണ്ടത്തെ ടീച്ചർമാർ, പണ്ട് കാലത്തെ ടീച്ചർമാർ എങ്ങനെയാ അത്ര, ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കൂടുതൽ എഴുതിയവർക്ക് കൂടുതൽ മാർക്ക് എന്നാ പറയാ. വായിച്ചു നോക്കുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി തോനെ 2 മാർക്കൊക്കെ എഴുതിയിട്ടാ, അതിന് തോനെ മാർക്ക് കൊടുക്കുക. അപ്പൊ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 6 മാർക്ക് തന്നെ കുട്ടിക്ക് കിട്ടി, അല്ലെങ്കിൽ 7 മാർക്ക് തന്നെ കുട്ടിക്ക് കിട്ടി. തോനെ എഴുതിയ തോനെ മാർക്ക്. അങ്ങനെയായിരുന്നു പണ്ടത്തെ ടീച്ചേഴ്സിന്റെ കൺസെപ്റ്റ്. ബാക്കിയുള്ള സമയം ഇവർക്ക് വായിച്ചു നോക്കൊന്നുമില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, അവിടെ ചിഹ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇനി ചിലപ്പോ ചില കുട്ടികൾ സിനിമാ പാട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഒന്നും വായിക്കൂലല്ലോ. ഇപ്പൊ അങ്ങനെയല്ല, ഓരോ ലൈൻ വൈസ് എഴുതി വെച്ചിട്ട് വായിച്ചിട്ടാണ് നമ്മൾ പേപ്പർ നോക്കുക അല്ലെ. അപ്പൊ ചിഹ്നങ്ങൾക്ക് നിഷ്ഠയില്ലാതിരിക്കും. ചിഹ്നങ്ങൾ കൃത്യതയോടെ എഴുതിയിട്ടില്ലെങ്കിൽ അതും ഹാൻഡ് റൈറ്റിങ്ങിനെ ബാധിക്കുന്ന ഘടകമാണ്. പിന്നെ അതേപോലെ തന്നെ അക്ഷരത്തെറ്റ് നമ്മൾ പറഞ്ഞ ചിഹ്നങ്ങൾ ഇല്ലെങ്കിൽ തന്നെ അവിടെ അക്ഷരത്തെറ്റ് വന്നില്ലേ. ചിഹ്നങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ തന്നെ അവിടെ അക്ഷരത്തെറ്റ് വന്നില്ലേ. ഇപ്പൊ ധയ എന്നുള്ളത് എഴുതുന്നു, ധയാ, നമ്മൾ ഈ ധായ നമ്മൾ ഉപയോഗിക്കുക. അതിന് പകരം ധനം എന്നുള്ള ധ ഇട്ടാലോ തെറ്റില്ലേ, അക്ഷരത്തെറ്റായി അല്ലെ. ഭാരതം എന്നുള്ളതിന് ദ എന്നുള്ള അക്ഷരം ഇട്ടാലോ, അല്ലെങ്കിൽ ബലൂൺ എന്നുള്ള ഭ ഇട്ടാലോ ഭാരതം, ശരിയാണോ? തെറ്റാണ് അല്ലെ. പിന്നെ അതേപോലെ തന്നെ പരിഷ്കാരം എന്നുള്ളതിന് പരിഷ്കാരം ഷാന്ന് ഉപയോഗിച്ചാലോ അവിടെ തെറ്റാണ്. പരിഷ്കാരം അല്ലെ. പശ എന്നുള്ളതിന് പഷ, മഴ എന്നുള്ളതിന് മയ അല്ലെ. അങ്ങനെയൊക്കെ എഴുതുക. അതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതും എന്ത് ചെയ്യും, നമ്മുടെ ലേഖന നൈപുണ്യം ബാധിക്കുന്ന പ്രധാന കാര്യം. അതൊരു എന്താ പറയാ, റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ് അല്ലെ. ചിഹ്നങ്ങൾക്ക് നിഷ്ഠയില്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ്. അക്ഷരത്തെറ്റുണ്ടെങ്കിൽ അതും റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ്. പദങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കാതിരുന്നാൽ അത് റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ്. അക്ഷരങ്ങൾക്ക് വലിപ്പം ഉണ്ടാവുക, വരികളുടെ അകലം തമ്മിലുള്ള ക്രമക്കേട് ഉണ്ടാവുക അല്ലെ. പിന്നെ അതേപോലെ തന്നെ വേഗത കുറവുണ്ടാവുക, വരികൾക്ക് വക്രത വളവുണ്ടാവുക, അക്ഷരങ്ങൾക്ക് വടിവും ഭംഗിയും ഇല്ലാത്തൊരവസ്ഥ, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്, റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ്. പഠിച്ചാ ക്ലിയർ ആണോ? പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിക്കേ. 8 പോയിന്റ്സ്. ഡിസബിലിറ്റീസ്. അക്ഷരങ്ങൾക്ക് വടിവും ഭംഗിയും ഇല്ല, വേഗത കുറവ്, വരികളുടെ വക്രത, വരികളുടെ അകലം തമ്മിലുള്ള ക്രമക്കേട്, അക്ഷരങ്ങൾക്ക് പല വലിപ്പം ഉണ്ടാവും, പദങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെട്ടിരിക്കും, ചിഹ്നങ്ങൾ കൃത്യത ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ പോലെ നിഷ്ഠയില്ലാതിരിക്കുക, അക്ഷരത്തെറ്റ്, നിഷ്ഠയില്ലാതെ കൃത്യത ഇല്ല എന്നല്ലേ.
കൃത്യത ഇല്ല എന്നാണ്. ചിഹ്നങ്ങൾക്ക് കൃത്യതയില്ല. ശരത്തെറ്റ്. ഇതൊക്കെ ചിലപ്പോൾ 3 മാർക്കിന് 5 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാം. 3 മാർക്ക് ഓർ 5 മാർക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. വേഗം വേഗം കഴിയും പരിപാടി. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് അത് എഴുതി വെച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. നോട്ട്സ് വിട്ട, കഴിഞ്ഞ ചാപ്റ്ററിന്റെ നോട്ട്സ് വിട്ട് വിടാന്. ഞാൻ വിടാം. അത് ഇതിന്റെ കൂടെ വിടാം. അതിപ്പോ ഈ ചാപ്റ്റർ കഴിഞ്ഞല്ലോ, രണ്ടും കൂടി ഒരുമിച്ച് വിടാം. അല്ലെങ്കിൽ 3rd ചാപ്റ്റർ വിടാം അല്ലെ, എന്നിട്ട് ഇത് വിടാം. എല്ലാം കൂടി നിങ്ങൾക്ക് വേടനാവണ്ട. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ്സിന് ഒരു സ്റ്റുഡൻസിന് എക്സാം ആണ് ഇപ്പോ NIS-ന്റെ സോഷ്യൽ സയൻസ് എടുക്കുന്നുണ്ട് ഞാൻ. NIS-ന്റെ 10ാം ക്ലാസ് വരെ നമ്മുടെ അക്കാദമി തന്നെയാണ്. രണ്ട് അപ്പൊ ചാപ്റ്റർ അവർക്ക് വിട്ടാലും കുഴപ്പമില്ല. പിന്നെ മിസ്സിനോട് മറന്നു പോയാലോ, എന്നാ പിന്നെ ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കേണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെ എഴുതിയാ പോരെ. ഓക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫോണിൽ നോക്കട്ടെ ഏതാ ഉള്ളത്. അപ്പൊ ഞാൻ വിട്ടുതരാം കേട്ടോ. ഇപ്പൊ ഇതുവരെ തന്നത് 2nd ചാപ്റ്റർ തന്നോ? സെക്കൻഡ് ചാപ്റ്റർ തന്നിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ തന്നിട്ടുണ്ട്. 3rd ചാപ്റ്റർ അല്ലേ തരാളെ? തേർഡ് തരാണ്ട്. തേർഡ് തരാം. തേർഡ് വലിയൊരു ചാപ്റ്റർ ആണ്, കുറെ ഉണ്ട്. വലിയ ചാപ്റ്റർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അത് ഓക്കെ. അപ്പൊ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും. വരികളുടെ വക്രത, വരികളുടെ അകലം തമ്മിലുള്ള പ്രമുഖത, പല വലിപ്പമുണ്ട്. പദങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെട്ടിരിക്കും. ചിഹ്നങ്ങൾ പഠിച്ചാ? നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമുക്ക് വേഗം കിട്ടും. ഒരു ലേഖനത്തിലെ റൈറ്റിംഗ് ഡിസബിലിറ്റീസ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് കിട്ടും. ബൈഹാർട്ട് ചെയ്യാൻ നോക്കിയാൽ കിട്ടൂല. ബൈഹാർട്ട് ചെയ്യണ്ട. ഇതിലെപ്പോഴും ബൈഹാർട്ട് ചെയ്തില്ല, പക്ഷെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അഖില നേരത്തെ പറഞ്ഞപ്പോൾ ഇതിലുള്ള അച്ചടി ഭാഷ ഞങ്ങൾ പഠിച്ച ഓർമ്മയില്ല, പക്ഷെ ഇതില് കാര്യങ്ങൾ എന്താ പറഞ്ഞതെന്നുള്ള ഞങ്ങൾക്ക് പറയാനും അറിയാം. നമുക്ക് വേണ്ടത് നിങ്ങൾ അച്ചടി ഭാഷ പറയണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്താണ് ഇപ്പം പറഞ്ഞത് എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി. മനസ്സിലായോ? വൈഹാർട്ട് അടിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരും. പിന്നെ എഴുതാൻ പ്രശ്നം ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുമല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ആ പ്രോബ്ലം കിട്ടും. അങ്ങനെ ഇന്ന് വെച്ചിട്ട് ക്ലാസ്സിലത്തെ കംപ്ലീറ്റ് എക്സാമിന് വന്നാൽ ഞങ്ങൾ 3 ആൾ എഴുതിയിരിക്കും. വേറെ ആരും എഴുതിയില്ല, ഞങ്ങൾ 3 ആളെ പേപ്പർ നോക്കിയാൽ മതി. ഓക്കെ സെറ്റ്. ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങിയാ? ഇതിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, ഒരു മിണ്ടാട്ടില്ല. ചോദ്യം ചോദിച്ചു വെച്ചിട്ട് ഒളിച്ചിരിക്കുക. ഉണ്ടല്ലേ, മുങ്ങിക്കണ്, എല്ലാം മുങ്ങിക്കണ്. അടുത്ത ക്ലാസ് ഞാൻ പിടിച്ചോളാം. സാനിയൊക്കെ ഫുൾ ടൈം ക്യാമറ ഓൺ ആക്കി വെക്കുന്ന ആളാ. അതോള് ക്യാമറ തന്നെ ഓൺ ആക്കിയില്ല. അവർക്കൊരു പേടിയുണ്ട്. എല്ലാ ക്ലാസ്സിലും മുന്നിലുണ്ടാകുന്ന ആളാ. ഇന്ന് ഫുള്ള് ഓഫാക്കിയതിന്റെ ഉള്ളിൽ സാനിയ ഫുൾ ടൈം ക്ലാസ്സിലിരിക്കുക. ഇന്ന് സാനിയുടെ ക്യാമറ ഓൺ ആയിട്ടില്ല. ജാസ്മിൻ കേറിയില്ലേ? ജാസ്മിൻ കേറീനു, പിന്നെ അപ്പൊ ഈ ഒളിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ നാളെ ഞാൻ പിടിച്ചോളാം. അടുത്ത ക്ലാസ് പിടിച്ചോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർക്കാണ്. വീഡിയോ ഓൺ ചെയ്ത് ആൻസർ പറയണം.
ഞാൻ ആദ്യം വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഫോൺ വന്നിട്ട് ഓഫ് ചെയ്താ, പിന്നെ ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ ഓക്കെ, കാര്യങ്ങളൊക്കെ വല്ലതും കിട്ടിയാ? കിട്ടി. ഞാൻ ചോദ്യത്തിന് ഉത്തരെല്ലാം പറഞ്ഞതിന് ഇടക്ക്. മുതലേ ഞാൻ എന്റെ പാറ്റേൺ മാറ്റി ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തീരുമാനിച്ചു. അത് നല്ലതാ. ഞങ്ങൾക്ക് അപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ മൂന്നാള് അല്ല, ഈ ക്ലാസ്സിൽ നമ്മൾ മൂന്നാളെ ക്യാമറ ഓൺ ആക്കിയുള്ളൂ. ഇനി എണ്ണം കുറച്ചുകൂടി കുറയും. അല്ല, ഞാൻ ഈ നിർബന്ധം പിടിക്കാൻ പോകും. എല്ലാ ക്ലാസ്സിലും എല്ലാവർക്കും ഗ്രൂപ്പിൽ ക്യാമറ ഓൺ ആക്കി ഇരിക്കണം എന്നുള്ള തീരുമാനം. അതാണ് ഇനി അടുത്ത ക്ലാസ്. ക്യാമറ ഓൺ ആക്കി ഇരിക്കുക, ഒരു കളത്തിലും നടക്കില്ല. ഷാനാസ് ക്ലാസ് കയറി ആദ്യം എല്ലാരും വീഡിയോ ഓൺ ആക്കി ആദ്യം പറയാ. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ വോയിസ് അയച്ചാൽ വോയിസ് പറഞ്ഞാ പോരെ, എന്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് എനിക്ക് ഇവിടുത്തെ പണിയൊക്കെ എടുക്കാം. എനിക്കിതൊക്കെ ഇഷ്ടംപോലെ 2-3 കൊല്ലം ഇത് എടുക്കാൻ തുടങ്ങിയിട്ട് ഇത് ഏത് ഭാഗം എന്താ പറയണെന്ന് എനിക്ക് കാണാപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിങ്ങനെ പണിയെടുക്കാം വീട്ടിലത്തെ. പക്ഷെ മുന്നേ കുത്തിരിക്കുന്ന നിങ്ങള് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഫേസ് ടു ഫേസ് കാണുന്ന സമയത്ത്, ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി നന്നായിട്ട് നോക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിക്ക ക്ലാസ്സിലൊക്കെ എന്തൊക്കെയാണ് ഒരു 5-8 പേര് ഇങ്ങനെ കാണാം ഓൺലൈനിന് ഓൺ ആക്കിയിട്ട്, ബാക്കിയുള്ളവരൊന്നും കാണാറേ ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതാരാ നമുക്ക് അറിയൂല, ഇതാരായിരുന്നു. പിന്നെന്താന്നറിയോ, ഇങ്ങനെ ഈ പ്രീ പ്രൈമറി തിയറിന്റെ ഈ ഒരു സൂമിന് വരുന്നതിനെ കൊണ്ട് സുഖമാണ്, നിങ്ങളെ കണ്ടാ പരിചയം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ഈ 10th ക്ലാസ് എടുക്കുന്നുണ്ട് NIS-ന്റെ 6 മാസത്തെ SSLC. അവർക്കൊക്കെ ആപ്പിലൂടെയാണ് ക്ലാസ് എടുക്കുക. എന്നെ അവർക്ക് കാണാം, ഞാൻ ലൈവിൽ ഇങ്ങനെ ഇരിക്കുന്നത് അവർക്ക് കാണാം. പക്ഷെ എനിക്ക് അവരെ കാണാൻ പറ്റില്ല. അവരുടെ ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അവർക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിങ്ങനെ മെസ്സേജ് അയക്കും. ആപ്പ് വഴി ഇങ്ങനെ മെസ്സേജ് അയക്കും. നമ്മളെ ഒരു ലൈവ് ക്ലാസ് കാണുമ്പോൾ എങ്ങനെയാ അതുപോലെ ഇങ്ങനെ മെസ്സേജ് അയക്കും. ലൈവാണ്, അതും കറക്റ്റ് ആണ്. ഓർക്ക് ഇന്നെ കാണാം, പക്ഷെ എനിക്ക് ഓരോ കാണാൻ പറ്റൂല. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മൾ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വരുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നമുക്കിപ്പോ ഇതല്ലേ പറ്റൂ, ഓൺലൈൻ അല്ലേ കോഴ്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും അവൈലബിൾ അല്ലല്ലോ. അപ്പൊ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വിജയം അവിടെയാണ്. മറ്റത് നമ്മൾ ആ ഓൺലൈൻ അല്ല, വേണേ പഠിച്ചാൽ മതി, വേണേ ക്ലാസ് കയറിയാൽ മതി, ലാസ്റ്റ് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടാന്നുള്ള രീതിയിലാണെങ്കിൽ ഒന്നും നടക്കൂല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താല്ലേ. നമ്മുടെ ചാപ്റ്ററും കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്റേഴ്സ് തുടങ്ങുന്നത് കുട്ടിയും പഠനവും എന്നുള്ള ചാപ്റ്റർ തുടങ്ങുന്നത്. കുട്ടിയും പഠനവും ഒരു ദിവസം എക്സാം ഉണ്ടാവും കേട്ടോ. ഒരു ക്ലാസ് കഴിഞ്ഞാൽ നേരത്തെ പറയണേ. എന്നാ അടുത്ത ക്ലാസ്സിലാ? അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കല്. അടുത്ത ക്ലാസ്സിൽ എക്സാം നടത്തിയല്ലോ. എന്നാല് ഏതൊക്കെ പാഠം? സെക്കൻഡ് ചാപ്റ്റർ ആയിക്കോട്ടെ. സെക്കൻഡ് ചാപ്റ്ററോ? സെക്കൻഡ് ചാപ്റ്റർ മലയാളത്തിൽ എഴുതുള്ളൂ. മലയാളത്തിൽ എഴുതിക്കൂടെ? മലയാളത്തിൽ മതിയല്ലോ. ഓക്കെ ഓക്കെ, എന്നാ ബൈ. മാം അടുത്ത ക്ലാസ്സിലാണോ? ഓക്കെ ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാട്ടാ. ശരി. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം.